പ്രിയമുള്ള കുട്ടികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 12 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ രണ്ടാമത്തെ ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റ് ഈ പാഠത്തിൻ്റെ 17ാം ഭാഗത്തേക്കാണ് കിടക്കുന്നത്. പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ 2 വേരിയബിൾ ഡാറ്റ ടേബിൾ തയ്യാറാക്കുന്നതിനെക്കുറിച്ചാണ് കാണുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 1 വേരിയബിൾ ഡാറ്റ ടേബിൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു. അതിൻ്റെ തുടർച്ചയായി ഒരു 2 വേരിയബിൾ ഡാറ്റ ടേബിൾ എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് കാണുന്നത്. എന്താണ് ഒരു 2 വേരിയബിൾ ഡാറ്റ ടേബിൾ? ഇറ്റ് ഗീവ്സ് റിസൾട്ട്സ് ബൈ കൺസിഡറിങ് 2 ചേഞ്ചിങ് വേരിയബിൾ. 1 വേരിയബിൾ ഡാറ്റ ടേബിളിൽ നമ്മൾ കാണുകയുണ്ടായി 2 വേരിയബിൾസിൽ ഒരു വേരിയബിൾ കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുകയും ഒന്നിൻ്റെ വാല്യൂസ് മാത്രം ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് റിസൾട്ടിൽ വരുന്ന ചേഞ്ച് എന്നാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. എന്നാൽ 2 വേരിയബിൾ ഡാറ്റ ടേബിളിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 2 വേരിയബിൾ ഒരേ സമയത്ത് ചേഞ്ച് ചെയ്യുമ്പോൾ റിസൾട്ടിൽ എന്തൊക്കെ മാറ്റമുണ്ടാകുന്നു എന്നാണ് ഈ ടേബിൾ കാണിക്കുന്നത്. So it gives results by considering 2 changing variables. It is also called cross tables as it allows multiple operations for both rows and columns. 2 വേരിയബിൾ ഡാറ്റ ടേബിളിനെ ക്രോസ് ടേബിൾസ് എന്നുകൂടെ വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ഇവിടെ ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് റോസിലും കോളത്തിലും സാധ്യമാണ്. ഉദാഹരണമായിട്ട് calculation of profit based on number of units sold, say 1000, 1250, 1500, 1750, etc. And selling price per unit, say 50, 52, 54, 56, etc. Here both the variables change and will affect the result value accordingly. ഇവിടെ നൽകിയിരിക്കുന്ന ഉദാഹരണത്തിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിലൂടെ ലാഭം നമ്മൾ നിർണ്ണയിക്കുന്നു. അവിടെ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ്, അവിടെ സെയിൽസ് ലെവൽ ഡിഫറെൻറ്റ് വോളിയംസ് അസ്യൂം ചെയ്യുന്നു. 1000, 1250, 1500, 1750 അങ്ങനെ ഡിഫറെൻറ്റ് സെയിൽസ് ലെവലിലുള്ള വ്യത്യസ്ത സെല്ലിംഗ് പ്രൈസിൽ സേ 50, 52, 54, 56 ആ രീതിയിൽ വ്യത്യസ്ത സെല്ലിംഗ് പ്രൈസ് എടുത്തുകൊണ്ട് നമ്മൾ ഓരോ സിറ്റുവേഷനിലുമുള്ള ലാഭം നിർണ്ണയിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് കാൽക്കുലേഷൻ 2 വേരിയബിൾസ് ചേഞ്ച് ചെയ്യുന്നതിന് അനുസരണമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പട്ടികയാണ് തയ്യാറാക്കുന്നത്. ഹിയർ ബോത്ത് വേരിയബിൾസ് ചേഞ്ച് ആൻഡ് വിൽ അഫക്റ്റ് ദ റിസൾട്ട് വാല്യൂ അക്കോർഡിംഗ്ലി. ഇവിടെ 2 വേരിയബിൾസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനനുസരണമായിട്ട് അവിടെ പ്രോഫിറ്റിൽ എത്ര മാറ്റം വരുന്നുണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓരോ കേസിലും നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടേബിളാണ് ഇവിടെ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 വേരിയബിൾ ഡാറ്റ ടേബിളിലൂടെ 2 വേരിയബിൾസിൻ്റെ വ്യത്യസ്ത വാല്യൂസ് കൺസിഡർ ചെയ്തുകൊണ്ട് കാൽക്കുലേഷൻസ് ഒരു ടേബിൾ നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഫോർ കൺസ്ട്രക്റ്റിംഗ് എ 2 വേരിയബിൾ ടേബിൾ? ഒരു 2 വേരിയബിൾ ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന നടപടിക്രമങ്ങളാണ് ഇനി നമ്മൾ കാണുന്നത്. 1 വേരിയബിൾ ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതുമായിട്ട് സാമ്യം ഏറെയുണ്ട് ഒരു 2 വേരിയബിൾ ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന്. അതേ നടപടിക്രമങ്ങൾ തന്നെ ആണ് ഇവിടെ അനുവർത്തിക്കുന്നത്. സോ ഫസ്റ്റ്ലി എൻ്റർ ദ റിക്വയർഡ് ഡാറ്റ ഇൻ ദ വർക്ക്ഷീറ്റ് ആൻഡ് കാൽക്കുലേറ്റ് ദ റിസൾട്ട് ഓഫ് 1 കേസ് ബൈ യൂസിങ് അപ്രോപ്രിയേറ്റ് ഫോർമുല. ആദ്യമായിട്ട് പുതിയൊരു വർക്ക്ഷീറ്റിൽ ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റ എൻ്റർ ചെയ്യുക. ദെൻ ഡാറ്റ എൻ്റർ ചെയ്തതിന് ശേഷം ആ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഒരു പർട്ടിക്കുലർ കേസിലുള്ള കാൽക്കുലേഷൻ നിർവഹിക്കുക. അതിനുശേഷം എൻ്റർ ദ ഹെഡിങ്സ് ബോത്ത് കോളംസ് ആൻഡ് റോസ് ഫോർ ദ ടേബിൾ. ഒരു 2 വേരിയബിൾ ടേബിളിൽ നമ്മൾ കാണുകയുണ്ടായി റോസിൽ ഒരു വേരിയബിളും കോളത്തിൽ ഒരു വേരിയബിളുമാണ് ആ ടേബിളിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്.
ആദ്യമായിട്ട് അതിന് കോളം ഹെഡിങ്സ് കൊടുക്കേണ്ടതുണ്ട്. സോ എൻ്റർ ദ ഹെഡിങ്സ് ഫോർ ബോത്ത് കോളംസ് ആൻഡ് റോസ് ഫോർ ദ ടേബിൾ. ഓൾസോ എൻ്റർ ദ പോസിബിൾ വാല്യൂസ് of one variable in the column cells and other variable in the corresponding row cells. അപ്പോൾ ഇവിടെ 2 വേരിയബിളാണ് കൺസിഡർ ചെയ്യുന്നത്. 2 വേരിയബിളിൻ്റെയും പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഒന്ന് റോ സെല്ലുകളിലും മറ്റൊന്ന് കോളം സെല്ലുകളിലും എൻ്റർ ചെയ്യുക. ദെൻ സെലക്ട് ദ ടേബിൾ ഏരിയ ഇൻക്ലൂഡിംഗ് ദ ബ്ലാങ്ക് സെൽ അറ്റ് ദ ടോപ്പ് ലെഫ്റ്റ് കോർണർ. അപ്പോൾ ഇവിടെ 2 വേരിയബിൾ ഉള്ളതുകൊണ്ട് ഏറ്റവും ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള കോളം ബ്ലാങ്ക് ആയിരിക്കും, ആ സെല്ല് ബ്ലാങ്ക് ആയിരിക്കും. ആ സെല്ല് ഉൾപ്പെടെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആ ടേബിൾ ഏരിയ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡേറ്റയിൽ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസിൽ പോവുക. ദെൻ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് വിൻഡോ വിൽ അപ്പിയർ ഇൻ ദ സ്ക്രീൻ. 1 വേരിയബിൾ ടേബിൾ കൺസ്ട്രക്ട് ചെയ്ത പോലെ തന്നെ ഡേറ്റയിലെ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അപ്പിയർ ചെയ്യുന്ന മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് വിൻഡോയിൽ റിഗഡ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് വിൻഡോ ആണ് നിങ്ങൾ മോണിറ്ററിൽ കാണുന്നത്. അവിടെ നമുക്കറിയാം 3 വിശദാംശങ്ങളാണ് കൊടുക്കേണ്ടത്. ഫോർമുലയുടെ അബ്സല്യൂട്ട് സെൽ റെഫറൻസ്, ഇവിടെ റോ ഇൻപുട്ട് സെല്ലിലും നമ്മൾ സെൽ റെഫറൻസ് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ കോളം ഇൻപുട്ട് സെല്ലിലും സെൽ റെഫറൻസ് കൊടുക്കേണ്ടതുണ്ട്. ദെൻ ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് 2 ചേഞ്ചിങ് വേരിയബിൾസിൻ്റെയും വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട് ഉള്ള ടേബിൾ ലഭ്യമായിരിക്കും. അപ്പോൾ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് വിൻഡോയിൽ ഫോർമുലയും റോ ഇൻപുട്ട് സെല്ലും കോളം ഇൻപുട്ട് സെല്ലും അവയുടെ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് നൽകി ഓക്കെ നൽകിയാൽ അവിടെ ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ലാബ് വർക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈ പാഠത്തിലെ 11ാമത്തെ ലാബ് വർക്കാണ് 2 വേരിയബിൾ ഡേറ്റ ടേബിൾ തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ലാബ് വർക്കിൽ ചോദ്യം നമുക്ക് ആദ്യം പരിചയപ്പെടാം. എ ഫേം പ്രപ്പോസസ് ടു പർച്ചേസ് എ മിഷനറി കോസ്റ്റിംഗ് ₹1 lakh ഹാവിംഗ് സ്ക്രാപ്പ് വാല്യൂ ₹10,000 ആഫ്റ്റർ ഇറ്റ്സ് ഇക്കണോമിക് ലൈഫ് ഫോർ 10 years. ഒരു അസറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. ആ അസറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള കാൽക്കുലേഷൻസ് നടത്തുകയാണ് ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട്. 1,00,000 രൂപയാണ് മതിപ്പ് വില. അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ 10 വർഷത്തിന് ശേഷം, 10 വർഷമാണ് അതിൻ്റെ ഇക്കണോമിക് ലൈഫ്. 10 വർഷത്തിന് ശേഷം വിറ്റാൽ ലഭിക്കുന്ന അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് 10,000 ആണ്. ദേ ഡിസൈഡഡ് ടു ചാർജ് ഡിപ്രീസിയേഷൻ അണ്ടർ ദ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. വി ഹാവ് ടു കൺസ്ട്രക്റ്റ് എ 2 വേരിയബിൾ ടേബിൾ ഷോവിങ് ദ എമൗണ്ട് ഓഫ് ആനുവൽ ഡിപ്രീസിയേഷൻ. അപ്പോൾ ആനുവൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ആനുവൽ ഡിപ്രീസിയേഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടേബിളാണ് നമ്മളിവിടെ കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്. അവിടെ 2 വേരിയബിൾസ് നമ്മൾ പരിഗണിക്കുന്നു. ഡിഫറെൻറ്റ് വാല്യൂസ് ഉള്ള 2 വേരിയബിൾസ് പരിഗണിക്കുന്നു. ആദ്യമായിട്ട് കോസ്റ്റ് ഓഫ് മിഷനറി. കോസ്റ്റ് ഓഫ് മിഷനറി 50,000 മുതൽ 5,00,000 വരെയാണ് കോസ്റ്റെങ്കിൽ അത് 50,000 മൾട്ടിപ്പിൾസിലാണ് കോസ്റ്റ് ഓഫ് മിഷനറി നമ്മൾ പരിഗണിക്കുന്നത്. ഒന്നാമത്തെ വേരിയബിൾ അപ്പോൾ കോസ്റ്റ് ഓഫ് മിഷനറിയാണ്. അതിൻ്റെ വാല്യൂസ് 50,000 മുതൽ 5,00,000 വരെയാണ് പരിഗണിക്കേണ്ടത്. പോസിബിൾ വാല്യൂസ് 50,000 മൾട്ടിപ്പിൾസ് ആയിട്ട് വേണം നൽകാൻ. ദെൻ അതോടൊപ്പം തന്നെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് 5 വർഷം മുതൽ 12 വർഷം വരെ പരിഗണിക്കുന്നു. ഹിയർ അസ്യൂം ദാറ്റ് ദ സ്ക്രാപ്പ് വാല്യൂ റിമൈൻസ് ദ സെയിം ഫോർ ഡിഫറെൻറ്റ് കേസസ്. അസറ്റിൻ്റെ വില എത്രയായാലും സ്ക്രാപ്പ് വാല്യൂ 10,000 എന്നുള്ള അസംഷൻ ഇവിടെ പരിഗണിക്കുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ
ഈ രണ്ട് വേരിയബിൾ ചേഞ്ച് ചെയ്തുകൊണ്ട്, അതായത് കോസ്റ്റ് ഓഫ് മിഷനറിയും ദെൻ ലൈഫ് ഓഫ് അസറ്റും ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് വേരിയബിൾ ചേഞ്ച് ചെയ്യുന്ന ഘട്ടങ്ങളിൽ അതിന് പോസിബിളായുള്ള വാല്യൂസ് പരിഗണിച്ചുകൊണ്ട് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ, ആനുവൽ ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ടേബിളാണ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായിട്ട് ലിബ്ര ഓഫീസ് കാൽക്കിൽ ഒരു പുതിയ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ എ ന്യൂ വർക്ക്ഷീറ്റ് ഇൻ ലിബ്ര ഓഫീസ് കാൽക്ക്. ദെൻ എൻ്റർ ദ ഗിവൺ ഡീറ്റെയിൽസ് ഇൻ ദ വർക്ക്ഷീറ്റ്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായുള്ള ഡീറ്റെയിൽസ് എൻട്രിയാണ് തുടർന്ന് ചെയ്യേണ്ടത്. അവിടെ ഫസ്റ്റ് സെല്ലിൽ A1 സെല്ലിൽ ടൈറ്റിലായിട്ട് കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് നൽകുന്നു. നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന കോസ്റ്റ് ഓഫ് അസറ്റ് ആയിട്ടുള്ള 1 ലാക്ക് നമ്മളവിടെ പരിഗണിക്കുന്നു. B1ൽ 1 ലാക്ക് എന്നുള്ള അതിൻ്റെ വാല്യൂ നൽകുന്നു. ദെൻ A2ൽ ടൈറ്റിലായിട്ട് സ്ക്രാപ്പ് വാല്യൂ എന്ന് നൽകിയിട്ട് B2ൽ സ്ക്രാപ്പ് വാല്യൂ ആയിട്ടുള്ള 10,000 നൽകുന്നു. ദെൻ A3ൽ ലൈഫ് ഓഫ് അസറ്റ് നൽകി അതിൻ്റെ വാല്യൂ 10 years ആണ് നമുക്കറിയാം. 10 B3ൽ നൽകുന്നു. ദെൻ തുടർന്ന് ആനുവൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് A4ൽ ടൈറ്റിലായിട്ട് ആനുവൽ ഡിപ്രീസിയേഷൻ നൽകി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നൽകുന്നു. നമുക്കറിയാം സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ അല്ലെങ്കിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർമുല കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ് ഓഫ് അസറ്റ്. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിക്കുന്നു. സോ B4ൽ ഈക്വൽ ടു ബ്രാക്കറ്റിൽ B1 എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് അസറ്റ് ഉള്ള സെല്ലാണ്, മൈനസ് B2 സ്ക്രാപ്പ് വാല്യൂ ഉള്ള സെല്ലാണ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ B3 എന്ന് പറയുന്ന ലൈഫ് ഓഫ് അസറ്റ് ഉള്ള സെല്ലാണ്. ഈ രീതിയിൽ ആനുവൽ ഡിപ്രീസിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ള ഡേറ്റ ഈ രീതിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് നമുക്ക് ഡേറ്റ ടേബിളിൻ്റെ കൺസ്ട്രക്ഷനിലേക്ക് പോകാം. അതിനുവേണ്ടി ആദ്യമായിട്ട് ടേബിളിൻ്റെ ഹെഡിങ്ങുകൾ നൽകുകയാണ് വേണ്ടത്. നമുക്കറിയാം ഇവിടെ 2 വേരിയബിൾ പരിഗണിക്കുന്നത് കൊണ്ട് 2 ഹെഡിങ്ങുകൾ കൊടുക്കേണ്ടതുണ്ട്. സോ ഫസ്റ്റ്ലി എൻ്റർ കോളം ഹെഡിങ് ആസ് കോസ്റ്റ് ഓഫ് അസറ്റ്. കോളത്തിൻ്റെ ഹെഡിങ് ആയിട്ട് കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് നൽകുക. കാരണം ഒരു വേരിയബിൾ കോസ്റ്റ് ഓഫ് അസറ്റ് ആണ്. അപ്പോൾ അവിടെ കോളത്തിൽ C1 എന്ന് പറയുന്ന കോളത്തിൽ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് ഹെഡിങ് കൊടുക്കുന്നു. ദെൻ അതോടൊപ്പം തന്നെ ലൈഫ് ഓഫ് അസറ്റ് എന്നുള്ള ഒരു കോമൺ ഹെഡിങ് D1 മുതൽ K1 വരെ ഉള്ള ഏരിയയിൽ ലൈഫ് ഓഫ് അസറ്റ് എന്ന് പറയുന്ന ഒരു കോമൺ ഹെഡിങ് കൊടുക്കുക. അപ്പോൾ അവിടെ D1 മുതൽ K1 വരെ ലൈഫ് ഓഫ് അസറ്റ് എന്നുള്ള ടൈറ്റിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മെർജ് ആൻഡ് സെൻറ്റർ എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ദെൻ അതിനുശേഷം എൻ്റർ ഡിഫറൻറ്റ് വാല്യൂസ് ഓഫ് ദ മിഷനറി ഇൻ ദ കോസ്റ്റ് ഓഫ് അസറ്റ് കോളം ബൈ യൂസിങ് ഫിൽ ഹാൻഡിൽ. അവിടെ കോസ്റ്റ് ഓഫ് അസറ്റ് വേരി ചെയ്യുന്ന 50,000 മുതൽ 5 ലക്ഷം വരെയാണ് ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 50,000. അപ്പോൾ കോസ്റ്റ് ഓഫ് അസറ്റ് തുടർന്ന് എൻ്റർ ചെയ്യുകയാണ് വേണ്ടത്. അതിനോട് നമുക്ക് ഫിൽ ഹാൻഡിൽ ഉപയോഗിക്കാം. അതായത് ആദ്യ സെല്ലിൽ കോസ്റ്റ് ഓഫ് അസറ്റ് ആയിട്ട് 50,000 കൊടുക്കാം. അടുത്തതിൽ 1 ലാക്ക് എന്ന് കൊടുക്കാം. അതിനുശേഷം 5 ലാക്ക് വരെ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്തിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ്. ദെൻ തുടർന്ന് ഇയേഴ്സ് ഫില്ല് ചെയ്യാണ് വേണ്ടത്. റോയിലാണ് നമുക്കറിയാം ഇയേഴ്സ് ഫില്ല് ചെയ്യുന്നത്. ലൈഫ് ഓഫ് അസറ്റ് ആയിട്ടുള്ള ഇയേഴ്സ് 5 മുതൽ 12 വരെ നമുക്ക് D2 മുതൽ K2 വരെ എൻ്റർ ചെയ്യാം. അതിനും ഫിൽ ഹാൻഡിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ പോസിബിളായിട്ടുള്ള വാല്യൂസ്, വേരിയബിൾസിൻ്റെ പോസിബിളായിട്ടുള്ള വാല്യൂസ് കോസ്റ്റ് ഓഫ് അസറ്റ് കോളത്തിലും ലൈഫ് ഓഫ് അസറ്റ് റോയിലും പോസിബിൾ വാല്യൂസ് നമ്മൾ എൻ്റർ ചെയ്യുന്നു. ദെൻ അതിനുശേഷം സെലക്ട് ദ ടേബിൾ റേഞ്ച് C2 മുതൽ K12 വരെയുള്ള ആ ഏരിയ സെലക്ട് ചെയ്യുക. ദെൻ ഗോ ടു ഡേറ്റ ആൻഡ് ചൂസ് മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ്. ഡേറ്റ മെനുവിലെ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക്
ഡിഫോൾട്ട് സെറ്റിംഗ് ആയിട്ട് ആ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസിൻ്റെ വിൻഡോ ലഭ്യമായിരിക്കും. അവിടെ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആയിട്ട് ആദ്യം ഫോമുല കാൽക്കുലേറ്റ് ചെയ്ത സെൽ റെഫറൻസ് കൊടുക്കുക. അതായത് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആയിട്ട് ഫോമുല ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ ആദ്യം നമ്മൾ ആനുവൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫോമുല എൻ്റർ ചെയ്ത സെൽ റെഫറൻസ് കൊടുക്കുക. $B $4. ഫോമുല ഫീൽഡിൽ ഫോമുലയുടെ സെൽ റെഫറൻസ് കൊടുത്തതിന് ശേഷം അടുത്തായിട്ട് ലൈഫ് ഓഫ് അസറ്റ് ഉള്ള $B $3 എന്ന് പറയുന്ന ആ സെൽ റെഫറൻസ് റോ ഇൻപുട്ട് സെല്ലിൽ നൽകുക. റോ ഇൻപുട്ട് സെല്ലിൽ ലൈഫ് ഓഫ് അസറ്റ്, കാരണം റോയിൽ നമ്മൾ കൊടുത്ത വേരിയബിൾ ലൈഫ് ഓഫ് അസറ്റ് ആണ്. അതുകൊണ്ട് റോ ഇൻപുട്ട് സെല്ലിൽ ലൈഫ് ഓഫ് അസറ്റിൻ്റെ വാല്യൂ കൊടുത്തിട്ടുള്ള $B $3 എന്നുള്ള വാല്യൂ കൊടുക്കുക. ദെൻ അതിനുശേഷം കോളം ഇൻപുട്ട് സെല്ലിൽ, കോളം ഇൻപുട്ട് സെൽ എന്ന് പറയുന്ന ഫീൽഡിൽ കോസ്റ്റ് ഓഫ് അസറ്റ് പ്രതിപാദിച്ചിരിക്കുന്ന B1 സെല്ല് സെൽ റെഫറൻസ് ആയിട്ട്, അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആയിട്ട് കൊടുക്കുക. $B $1 എന്നവിടെ നൽകുക. അപ്പോൾ ഈ രീതിയിൽ നേരിട്ട് സെൽ റെഫറൻസ് അബ്സല്യൂട്ടായിട്ട് നൽകുന്നതിന് പകരം നമുക്ക് അവിടെ വിൻഡോയിൽ ലഭ്യമായിട്ടുള്ള സ്ട്രിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെൽ ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് ഡയലോഗ് ബോക്സിൽ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ 2 വേരിയബിൾ ടേബിൾ അപ്പിയർ ചെയ്യുന്നതാണ്. സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പേര് കൊടുത്തുകൊണ്ട് നമുക്കത് സേവ് ചെയ്യാം. ഈ രീതിയിലാണ് നമ്മളൊരു 2 വേരിയബിൾ ഡാറ്റ ടേബിൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഈ രീതിയിലായിരിക്കും ലഭിക്കുക. അവിടെ റോയിൽ കോസ്റ്റ് ഓഫ് അസറ്റിന് പോസിബിൾ വാല്യൂസ് നൽകിയിരിക്കുന്നു. ദെൻ ലൈഫ് ഓഫ് അസറ്റ് 5 to 12 years റോയിൽ നൽകിയിരിക്കുന്നു. അപ്പോൾ ഓരോ സിറ്റുവേഷനിലുമുള്ള പോസിബിൾ ആയിട്ടുള്ള ആനുവൽ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ടേബിളിൽ ലഭിക്കുക. ഒരു 2 വേരിയബിൾ ഡാറ്റ ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയൊരു വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്തു. ലിബ്രെ ഓഫീസ് കാൽക്കിൽ പുതിയൊരു വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ആവശ്യമുള്ള ഡേറ്റ, കാൽക്കുലേഷന് ആവശ്യമുള്ള ഡേറ്റ, അതായത് ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ ആവശ്യമുള്ള ഡേറ്റ എൻ്റർ ചെയ്യുക. ആദ്യമായി നമുക്ക് കോസ്റ്റ് ഓഫ് അസറ്റാണ് ആവശ്യമായിട്ടുള്ളത്. A1-ൽ കോസ്റ്റ് ഓഫ് അസറ്റ്സ് എന്ന ടൈറ്റിൽ കൊടുത്തു. ഇവിടെ നമുക്കറിയാം 1 lakh കോസ്റ്റ് പരിഗണിക്കുന്നത്. B1-ൽ 1 lakh എന്ന കോസ്റ്റ് എൻ്റർ ചെയ്തു. തുടർന്ന് നമുക്കറിയാം സ്ക്രാപ്പ് വാല്യൂ ആണ് മറ്റൊരു ഡേറ്റ ആവശ്യമുള്ളത്. സ്ക്രാപ്പ് വാല്യൂ നമുക്കറിയാം 10,000 ആണ് ഇവിടെ പരിഗണിക്കുന്നത്. തുടർന്ന് നമുക്ക് ആവശ്യമുള്ളത് ലൈഫ് ഓഫ് അസറ്റ് ആണ്. A3-ൽ ലൈഫ് ഓഫ് അസറ്റ് എന്നുള്ള ടൈറ്റിൽ നൽകി. ലൈഫ് ഓഫ് അസറ്റ് ഇവിടെ പരിഗണിക്കുന്നത് 10 years ആണ്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ആനുവൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ അല്ലെങ്കിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ വാർഷിക ഡിപ്രീസിയേഷൻ തുക നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോമുല അപ്ലൈ ചെയ്യുന്നു. ഈക്വൽ ടു, അവിടെ നമുക്കറിയാം ബ്രാക്കറ്റിൽ ആദ്യമായിട്ട് കോസ്റ്റ് ഓഫ് അസറ്റ് പരിഗണിക്കുക. B1-ലുള്ള കോസ്റ്റ് ഓഫ് അസറ്റ് പരിഗണിച്ചു. അതിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യണം. സ്ക്രാപ്പ് വാല്യൂ B2-ലാണുള്ളത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഡിവൈഡഡ് ബൈ ലൈഫ് ഓഫ് അസറ്റ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. B3 നൽകി എൻ്റർ ചെയ്യുക. അവിടെ ആനുവൽ ഡിപ്രീസിയേഷൻ 9,000 ആണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഈ കേസിൽ ലഭിക്കുക. തുടർന്ന് നമ്മൾ 2 വേരിയബിൾ ഡാറ്റ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈറ്റിലുകൾ കൊടുക്കുക. ആദ്യം ടേബിൾ ഹെഡിങ് കൊടുക്കുക. ടേബിൾ ഹെഡിങ്
നമുക്കറിയാം കോളം ഹെഡിങ് ആയിട്ട് കൊടുക്കേണ്ടത് അവിടെ കോസ്റ്റ് ഓഫ് അസറ്റാണ്. കോസ്റ്റ് ഓഫ് അസറ്റ് കോളം ഹെഡിങ് ആയിട്ട് കൊടുത്തു. ദെൻ റോ ഹെഡിങ് ആയിട്ട് നൽകേണ്ടത് ലൈഫ് ഓഫ് അസറ്റാണ്. അവിടെ 5 മുതൽ 12 വരെ, അതായത് കെ വരെയുള്ള റോയിലാണ് അവിടെ നമ്മൾ ഹെഡിങ് കൊടുക്കേണ്ടത്. ഹെഡിങ് നൽകേണ്ടത് ലൈഫ് ഓഫ് അസറ്റാണ്. D1 മുതൽ K1 വരെ ആ ഹെഡിങ് മെർജ് ആൻഡ് സെൻറ്റർ നൽകുക. അതിനുവേണ്ടി ആ ഏരിയ സെലക്ട് ചെയ്യുക. K1 വരെയുള്ള ഏരിയ സെലക്ട് ചെയ്യുക. മെർജ് ആൻഡ് സെൻറ്റർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അവിടെ ടൈറ്റിൽ അവിടെ ആ ടേബിളിന് സെൻട്രലായിട്ട് ലൈഫ് ഓഫ് അസറ്റ് എന്നുള്ള ടൈറ്റിൽ വരുന്നു. നമുക്ക് അതിനെ വേണമെങ്കിൽ ബോൾഡ് ചെയ്യാം, പ്രത്യേക കളർ വേണമെങ്കിൽ കൊടുക്കാം. ഈ രീതിയിൽ ടൈറ്റിലുകൾ നൽകുക, ടേബിൾ ടൈറ്റിൽ നൽകുക. ടേബിൾ ഹെഡിങ് എൻ്റർ ചെയ്തതിന് ശേഷം പോസിബിൾ ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് അസറ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്നു. അത് C3 ആരംഭിക്കേണ്ടത്. C2 ബ്ലാങ്കായിട്ട് വിട്ടതിന് ശേഷം C3 മുതൽ വാല്യൂസ് എൻ്റർ ചെയ്യുക. നമ്മൾ കാണുന്നുണ്ട് 50,000 മുതലാണ് ആരംഭിക്കുന്നത്. 50,000 മൾട്ടിപ്പിൾസ് ആണ്, അപ്പോൾ 1,00,000 അടുത്തത്. അങ്ങനെ 5,00,000 വരെയുള്ള വാല്യൂസാണ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഫിൽ ഹാൻഡിൽ ഉപയോഗിക്കാൻ വേണ്ടി ഡേറ്റ എൻ്റർ ചെയ്ത എമൗണ്ട് എൻ്റർ ചെയ്ത 2 കോളം സെലക്ട് ചെയ്യുന്നു. ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് 5 lakh വരെ എൻ്റർ ചെയ്യുന്നു. തുടർന്ന് ലൈഫ് ഓഫ് അസറ്റ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് 5 years മുതലാണ്. 5 മുതൽ 12 വരെയാണ് വേണ്ടത്. ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് നമുക്ക് നേരെ ഡ്രാഗ് ചെയ്തിട്ട് 12 വരെ എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കോളം ഹെഡിങ് കോസ്റ്റ് ഓഫ് അസറ്റ് ആയിട്ട് നൽകി. അവയ്ക്ക് വേണമെങ്കിൽ പ്രത്യേക കളർ നൽകാം. അതുപോലെ റോയിൽ നമ്മൾ പോസിബിൾ ആയിട്ടുള്ള ലൈഫ് ഓഫ് അസറ്റ് നൽകിയിരിക്കുകയാണ്. അവ ബോൾഡ് ചെയ്യണമെങ്കിൽ ബോൾഡ് ചെയ്യാവുന്നതാണ്. തുടർന്ന് ഏരിയ സെലക്ട് ചെയ്യുക. ഏരിയ സെലക്ട് ചെയ്യേണ്ടത് C2 മുതലുള്ള ഏരിയ ആണ്. ബ്ലാങ്ക് കോളം മുതൽ ഉള്ള ഏരിയ സെലക്ട് ചെയ്യുക. K12 വരെയുള്ള ഏരിയ ആണ് സെലക്ട് ചെയ്യുക. C2 മുതൽ K12 വരെയുള്ള ഏരിയ സെലക്ട് ചെയ്തു. അതിനുശേഷം ഡേറ്റ മെനുവിലേക്ക് പോവുക. അവിടെ മൾട്ടിപ്പിൾ ഓപ്പറേഷനിൽ ഡിഫോൾട്ട് സെറ്റിംഗ് എന്ന് പറയുന്ന ആ പോപ്പപ്പ് മെനുവിൽ ഫോർമുല ഫീൽഡിൽ ആദ്യം ഫോർമുലയുള്ള സെൽ റെഫറൻസ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആണ് കൊടുക്കുന്നത്. $B ഫോർമുലയുള്ള സെല്ല് നമുക്കറിയാം B4 ആണ്. അതുകൊണ്ട് $B $4. അതിനുശേഷം റോ ഇൻപുട്ട് സെല്ലിൽ റോയിൽ നമ്മൾ നൽകിയിരിക്കുന്ന ലൈഫ് ഓഫ് അസറ്റാണ്. റോയിൽ ലൈഫ് ഓഫ് അസറ്റാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ലൈഫ് ഓഫ് അസറ്റ് ഉള്ള സെൽ, ലൈഫ് ഓഫ് അസറ്റ് ഉള്ള സെൽ എന്ന് പറയുന്നത് അവിടെ B3 ആണ് ലൈഫ് ഓഫ് അസറ്റ് ഉള്ളത്. ആ സെൽ റെഫറൻസ് അബ്സല്യൂട്ട് ആയിട്ട് നമുക്ക് എൻ്റർ ചെയ്യാം. $B $3. തുടർന്ന് കോളം ഇൻപുട്ട് സെല്ലിൽ കോളത്തിൽ നമ്മൾ നൽകിയിരിക്കുന്ന കോസ്റ്റ് ഓഫ് അസറ്റാണ്. കോസ്റ്റ് ഓഫ് അസറ്റ് ഉള്ളത്
B1-ലാണ്. അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആയിട്ട് B1 നൽകാം. $B $1. ദെൻ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് വിൻഡോയിൽ ഓക്കെ നൽകുക. അവിടെ വാല്യൂസ് ഫില്ല് ചെയ്യും. അതിനെ നമുക്ക് തുടർന്ന് വേണമെങ്കിൽ ഫോർമാറ്റ് ചെയ്തിട്ട് ഡെസിമൽ പോയിൻറ്റുകളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഫീൽഡുകളിൽ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് നേരിട്ട് എൻ്റർ ചെയ്യാതെ സ്ട്രിംഗ് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് എൻ്റർ ചെയ്യാം. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏരിയ സെലക്ട് ചെയ്തതിന് ശേഷം ഡാറ്റ മെനുവിലെ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസിൽ പോകുന്നു. അവിടെ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്പറേഷൻസിൽ ഡിഫോൾട്ട് സെറ്റിംഗ് ലഭിക്കുമ്പോൾ ആദ്യം ഫോമുലയുടെ സെൽ റെഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോമുല ഫീൽഡിന് നേരെയുള്ള സ്ട്രിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ ആ സെല്ല് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം B4 ആണ്. B4 ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് വരും. അതിനെ എക്സ്പാൻഡ് ചെയ്യുക. അവിടെ വാല്യൂസ് വരും. അതുപോലെ റോ ഇൻപുട്ട് സെല്ലിൽ സ്ട്രിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റോയിൽ നമുക്കറിയാം ലൈഫ് ഓഫ് അസറ്റ് ആണുള്ളത്. ലൈഫ് ഓഫ് അസറ്റ് ഉള്ള സെൽ എന്ന് പറയുന്നത് B3 ആണ്. B3 ക്ലിക്ക് ചെയ്യുക. അവിടെ വാല്യൂ വരുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുക. അതുപോലെ അടുത്തായിട്ട് കോളം ഇൻപുട്ട് സെല്ലിൽ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോളം ഇൻപുട്ട് സെല്ലിനോട് ചേർന്നിട്ടുള്ള സ്ട്രിംഗ് ബട്ടൺ, ആ ഫീൽഡിനോട് ചേർന്നുള്ള സ്ട്രിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്കറിയാം കോസ്റ്റ് ഓഫ് അസറ്റ് ആണ്. കോസ്റ്റ് ഓഫ് അസറ്റ് ഉള്ളത് B1 ക്ലിക്ക് ചെയ്യുക. അവിടെ സെൽ റെഫറൻസ് വന്നു കഴിഞ്ഞപ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുക. അവിടെ വാല്യൂസ് വരുന്നു. ഓക്കെ നൽകുക. വാല്യൂസ് അവിടെ എൻ്റർ ചെയ്യപ്പെടും. ദെൻ ഇതിനെ നമുക്ക് ഡെസിമൽ പോയിൻ്റ് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോർമാറ്റ് ചെയ്യാം. ആ ഏരിയ സെലക്ട് ചെയ്തതിന് ശേഷം മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ഫോർമാറ്റ് സെല്ല് ഓപ്പൺ ആകുന്ന വിൻഡോയിലെ ഡെസിമൽ പ്ലേസസ് സെറ്റ് ചെയ്യുക. 0 ആക്കുക. 0 ആക്കിയതിന് ശേഷം ഓക്കെ നൽകുക. അവിടെ നമുക്ക് ടേബിൾ ലഭിക്കുന്നതാണ്. പോസിബിളായുള്ള വാല്യൂസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ടേബിൾ ലഭിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് ഗ്രിഡ് ലൈൻസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് ഒരു 2 വേരിയബിൾ ഡാറ്റ ടേബിൾ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഡാറ്റ ടേബിളിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.